ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഡ്രോയിങ് മെറ്റീരിയലായ ബ്ലെൻഡിങ് സ്റ്റംപ് എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. ഇതിന് രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ പേപ്പർ കട്ടർ പോലത്തുള്ള കട്ടർ യൂസ് ചെയ്തുകൊണ്ടും ഷാർപ്പ് ചെയ്യാം, അല്ലാതെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം. ഇപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പേപ്പർ കട്ടർ പോലത്തുള്ള കട്ടർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് നോക്കാം. സാധാരണ നമ്മൾ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ചരിച്ച് പിടിച്ചിട്ടായിരിക്കും ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചരിച്ച് ആക്കിയിട്ട് ഇത് തടിയായിട്ടുള്ള പാർട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചരിച്ച് വെച്ചിട്ടാക്കിയാൽ നല്ലതാണ്, അതിന് നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പെൻസിലിൻ്റെ മുന പോലെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇതിൽ നിന്ന് പാർട്ടായിട്ടൊന്നും പോകാൻ പാടില്ല. ഇത് ചരിച്ചിട്ടാക്കിയ കണ്ടായിട്ട് പാർട്ടായിട്ട് അങ്ങ് പോവും, ഇളകിപ്പോവും. അപ്പോൾ ഇതൊരു സോഫ്റ്റ് പേപ്പറാണ്. അപ്പോൾ പേപ്പർ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഇതാണെങ്കിൽ കത്തി ചരിച്ച് പിടിക്കാതെ കുത്തനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് അതിൻ്റെ പൊടിയാണ് കളയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പറാണ്. സാൻഡ് പേപ്പർ ഞാൻ 150, അതിൽ ഡിഫറെൻ്റ് നമ്പറുണ്ട്. 150, 200, 100 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സാൻഡ് പേപ്പറിൻ്റെ പരുപരുക്കാൻ അത് വെച്ചിട്ടാണ് ആ നമ്പർ. അപ്പോൾ ഞാൻ 150ആണ്. ഇനി 100ൻ്റെതും ഉണ്ട്. അപ്പോൾ 100ൻ്റെ ഇതിനേക്കാളും പരുപരുപ്പ് കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണ്ടത് പരുപരുപ്പ് കുറഞ്ഞതാണ്, തടിയൊന്നും അല്ലല്ലോ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെ ഷാർപ്പ് ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ഇതിൽ ഷാർപ്പ് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ചുറ്റും ഒരേപോലെ തന്നെ താഴോട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ഈ സാൻഡ് പേപ്പറിൽ ചെയ്യുന്നതാണ്. അതാണ് കുറച്ചും കൂടെ എളുപ്പവും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മറ്റേ കത്തിയാകുമ്പോൾ നന്നായിട്ട് കിട്ടണമെന്നില്ല, കുറേ ടൈമും എടുക്കും. അപ്പോൾ ബെറ്റർ ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.